എനിക്ക് കിട്ടിയ ഇത്രയും ടൈം ഞാൻ വേസ്റ്റ് ചെയ്തു, ഇനി അത് ഉണ്ടാവില്ല, ഇനി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, എൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഞാൻ പിന്നിലാക്കിക്കൊണ്ട് ഞാൻ ഒരു ടോപ്പറായി മാറുന്നുണ്ടാവും. ഞാൻ ടോപ്പറായി മാറുന്നതിൽ നിന്ന് ആർക്കും തന്നെ എന്നെ മാറ്റാൻ പറ്റില്ല. ഈ രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് എത്ര വർഷങ്ങളായി നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ പലപ്പോഴും പല തീരുമാനങ്ങളും കൂടി എടുത്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടും തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടും മാത്രം നമ്മൾ ഒരു ടോപ്പറായി മാറുമെന്ന്? ഈ ലോകത്ത് തന്നെ ടോപ്പേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകൾ. അതും പറഞ്ഞ് ഒന്ന് ഇരുന്ന് നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഞാനും ടോപ്പർ ആവും എന്നുള്ള രീതിയിൽ ചിന്തിക്കണ്ട. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതും പറഞ്ഞ് നിങ്ങൾ എത്രയൊക്കെ തന്നെ പഠിച്ചാലും ടോപ്പേഴ്സ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് വരിക എന്നുള്ളത് പ്രയാസമായിരിക്കും. അതിനു വേണ്ടിയുള്ള 4 സീക്രട്ട് ടെക്നിക്സ് ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ തേർഡ് വൺ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യം ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു 3 പോയിന്റ്സ് കൂടി പറയാം. അതായത് നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ്, ടോപ്പർ ആവുന്നതിൽ നിന്നും നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന 3 കാര്യങ്ങൾ. ഇത് നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 1, പ്രോക്രാസ്റ്റിനേഷൻ. ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യത്തെ നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നത്. തമിഴിലെ ഒരു പാട്ടാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനൊക്കെ പഠിക്കാനിരിക്കുന്ന സമയത്ത് കോളേജില് ഒരു സമയത്തിന് ശേഷം ഞാൻ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാനും ഇതുപോലെ നാളെ പഠിക്കാം, ബാക്കിയുള്ളത് നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് ഒരു 9 മണി 10 മണിക്ക് ശേഷം ഞാനിങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മൈൻഡിൽ ഈ ഒരു തമിഴ് പാട്ടിന്റെ ലൈനാണ് വരാറ്. അതിൽ പറയുന്നത് നാളെ എന്ന് പറഞ്ഞ് ഇന്നത്തെ നിനക്ക് ലഭിച്ച വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിട്ടുള്ള ഇന്ന് നീ ലോസ് ചെയ്യരുത് എന്ന് പറയും. പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങളെ ഒരു ടോപ്പർ ആക്കുക ഇല്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ ഒരു ഫെയിലിയർ വരെ ആക്കിയേക്കാം. അതായത് ഞാൻ +2 കുറച്ച് സബ്ജക്റ്റിൽ ഞാൻ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നീട് അതെല്ലാം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. +1 കുറച്ച് സബ്ജക്റ്റിൽ ഞാനും ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. സോ ഇതിനെല്ലാം എൻ്റെ കാര്യത്തിൽ എനിക്കൊരു മേജർ റീസൺ ആയിരുന്നത് ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ആണ്. പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാനത് നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം, ഇനിയും സമയമുണ്ട്, 10 ദിവസമുണ്ട്, 12 ദിവസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവസാന ദിവസം കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി, പരീക്ഷ റിസൾട്ട് വരുന്ന സമയത്ത് 2ഉം 3ഉം സബ്ജക്റ്റിൽ ഫെയിലാണ്. സോ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള കാര്യത്തെ സിമ്പിളായി കാണരുത്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഇന്ന് തന്നെ ചെയ്യുക. രണ്ടാമത്, ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്കുള്ള സമയത്തെ ഡേ ടൈം എങ്ങനെ യൂസ് ചെയ്യണം, നൈറ്റ് ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ മാത്രമല്ല എക്സാം ടൈമിൽ പോലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമിന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര അവേഴ്സ് ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. സോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് എക്സാം എഴുതാനും ഓരോ ചോദ്യങ്ങളും ഓക്കെ ഇത്ര ടൈമിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞ പ്രോപ്പറായി വെല്ലായി റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നല്ലൊരു ടൈം മാനേജ്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എക്സാമിന് മുമ്പേ നിങ്ങൾ സിലബസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു എക്സാം ടൈം എന്നുള്ളത് റിവിഷന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് അവസാനം കൊണ്ട് എല്ലാം കൂടി പഠിക്കാം, മടിയൻ മലചുമക്കും എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിൽ നിൽക്കാതെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ടൈം സെറ്റ് ചെയ്ത് ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. തേർഡ് വൺ, ഡീപ്പ് പ്ലാനിങ്. ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഡീപ്പ് ആയിട്ടുള്ള പ്ലാനിങ് എന്നുള്ളത്. പലപ്പോഴും പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് പല മണിക്കൂറും പല ദിവസങ്ങളും ആഴ്ചകൾ വരെ ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും മോട്ടിവേഷൻ വീഡിയോ കാണുന്ന സമയത്ത് ഓക്കെ ഇനി മുതൽ ഞാൻ ഈ രീതിയിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞ് ആ രീതിയിലേക്ക് എടുത്തു ചാടുന്നുണ്ടാവും. അതായത് നമ്മളുടെ മൈൻഡ്, നമ്മളുടെ പഠന രീതി ഇങ്ങനെയുള്ളതൊന്നും കൺസിഡർ ചെയ്യാതെ ഓക്കെ ഞാൻ ഇനി ദിവസവും 10 മണിക്കൂർ പഠിക്കും, ഞാൻ ഇനി 12 മണിക്കൂർ പഠിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ് എടുത്തു ചാടുന്നുണ്ടാവും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പ്ലാനിങ്ങും ചെയ്യാനും തുടങ്ങുന്നുണ്ടാവും. പ്ലാനിങ് തെറ്റാണ് എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. പ്ലാനിങ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാതെ വരുമ്പോഴാണ് അതൊരു മിസ്റ്റേക്കായി വരുന്നത്. ലൈഫിൽ പ്ലാനിങ് എന്നുള്ളത് അത്യാവശ്യമാണ്, പക്ഷെ പ്ലാനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്.
സോ ഈ മിസ്റ്റേക്സ് ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് മുതലെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഒരു ടോപ്പറായി മാറുന്നതിനുള്ള 4 ടെക്നിക്സ് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വൺ, ആക്റ്റീവ് റീഡിംഗ്. 2 തരത്തിലുള്ള റീഡിംഗ് ആണ് ഉള്ളത്. ഒന്ന് പാസീവ് റീഡിങ്ങും മറ്റൊന്ന് ആക്റ്റീവ് റീഡിങ്ങും. പാസീവ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാപ്റ്റർ ഒക്കെ എടുത്ത് അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ വായിച്ചു പോകുന്ന ഒരു മെത്തേഡ്. നമ്മൾ പഠിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാം നമ്മൾ ഹെവി ആയിട്ട് പഠിക്കുന്നുണ്ടാവില്ല. ചില കാര്യങ്ങൾ മാത്രം പാസീവായിട്ട് പഠിച്ചു പോകുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇങ്ങനെ പഠിക്കാം, പിന്നീട് പഠിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മാറ്റി വെച്ച പല കാര്യങ്ങളും ആയിരിക്കും നമ്മുടെ എക്സാമിനാണെങ്കിലും ചോദിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പാസീവ് റീഡിംഗ് കൊണ്ട് മാത്രം നമുക്ക് സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കുന്നുണ്ടാവില്ല. കാരണം അത്രയും ഡെപ്തിലേക്കാണ് നമ്മളുടെ സിലബസ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ആക്റ്റീവ് റീഡിംഗ് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. കാര്യങ്ങളൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ വായിക്കുക, പഠിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഫീൽ ചെയ്ത ഒരു കാര്യമായിരിക്കും. നമ്മൾ ഇതൊന്നും ചോദിക്കില്ല, ഇതൊന്നും എക്സാമിന് വരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ച കാര്യങ്ങളായിരിക്കും പലതും എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. സോ നമ്മൾ പാസീവ് റീഡിംഗ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിസ്സഹായനായി മാറുകയായിരിക്കും ചെയ്യുന്നത്. സോ അതിനു പകരം ആക്റ്റീവ് ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. രണ്ടാമത്, സ്റ്റഡി ബൈ മേക്കിംഗ് നോട്ട്സ്. നമ്മളുടെ ചെറുപ്പം മുതൽ തന്നെ ടീച്ചേഴ്സ് എല്ലാവരും നമ്മളോട് പറയാറുള്ള കാര്യമാണ്, നീ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നോട്ട്സ് എടുക്കുക എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിന് പിന്നില് ഒരു മെമ്മറിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പഠിക്കാനായിട്ട് നമ്മളുടെ എത്ര സെൻസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഓർത്തിരിക്കാനും സാധിക്കും എന്ന് പറയാറുണ്ട്. കണ്ണിലൂടെ കാണുന്നതും മൈൻഡ് ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നതും കൈ ഉപയോഗിച്ച് എഴുതുന്നതും ഒക്കെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവാതിരിക്കാനും ലോങ് ടേമിലേക്ക് ഓർത്ത് വെച്ചിരിക്കാനും നമ്മളെ കാപ്പബിൾ ആക്കി മാറ്റും. മാത്രമല്ലാതെ ഇതൊരു ഫാസ്റ്റ് റിവിഷൻ പ്രോസസ്സ് കൂടിയാണ്. നമ്മുടെ എക്സാം ടൈമിൽ, എക്സാമിനോട് അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കണം എന്നുള്ളതില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ ഒരു നോട്ട്സ് എടുത്ത് വായിക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ തേർഡ് വൺ, ടോപ്പർ മെന്റാലിറ്റി. ടോപ്പർ മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എക്സാമിന് ടോപ്പർ ആവുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പല സാഹചര്യങ്ങളിൽ നമ്മളുടെ മുന്നിൽ വരുന്ന സമയത്തും അതിന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. മറ്റന്നാള് നിങ്ങൾക്ക് എക്സാം ആണ്. ഇന്ന് 4 മണി വരെ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. 2 പയ്യന്മാരാണ് ഉള്ളത്. അതിൽ ഒരു പയ്യൻ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇന്ന് എന്തായാലും ഇത്രയും സമയം പോയി, ഇനിയിപ്പോ ഇന്ന് പഠിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ ദിവസം ഒന്നും തന്നെ പഠിക്കുന്നില്ല. എന്നിട്ട് പഠിത്തം അടുത്ത ദിവസത്തിലേക്ക് മാറ്റി വെക്കുന്നു. ഇനി മറ്റൊരു പയ്യനുണ്ട്, ഓക്കെ എന്തായാലും 4 മണി വരെ പോയി, ഇനി അങ്ങോട്ടെങ്കിലും നല്ല രീതിയിൽ പഠിക്കാമെന്ന് പറഞ്ഞ് അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തായിരിക്കും പല തടസ്സങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവുക. ആരും നിങ്ങളെ നോക്കാത്ത സമയത്ത് നിങ്ങൾ 1 മണിക്കൂർ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളെ ടോപ്പർ മെന്റാലിറ്റിയിലേക്ക് നയിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ, യൂസ് യുവർ ഗോൾഡൻ അവേഴ്സ്. ഇപ്പൊ ഒരു ദിവസത്തിൽ നിങ്ങളെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അത് ചിലപ്പോൾ രാവിലെ നേരത്തെ ആയിരിക്കാം, ഉച്ചയ്ക്കായിരിക്കാം, വൈകുന്നേരങ്ങളിലായിരിക്കാം. ആ ഒരു സമയം ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒരു ടൈമിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അത്രയും ഹൈ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ വീക്ക് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തിട്ടാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതുപോലും ഈസിലി പഠിച്ചെടുക്കാനും സാധ്യതയുണ്ട്. 2 hours ആണ് നിങ്ങളുടെ ഗോൾഡൻ അവർ എങ്കിൽ നിങ്ങൾ 4 മണിക്കൂർ എടുത്ത് പഠിക്കുന്ന പല കാര്യങ്ങളും ഈ 2 മണിക്കൂറിൽ തന്നെ നിങ്ങൾ തീർക്കുന്നുണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പറിനെക്കാളും നിങ്ങൾക്ക് മുന്നിലെത്താനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ എനിവേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.